ഹായ് ഹലോ ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേര് മനസ്സിൽ ഓർക്കുക. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായുള്ള നല്ല നല്ല നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതെപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. ആദ്യം കിട്ടിയത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സെക്കൻഡ് ദ ലവേഴ്സ് കാർഡ് ആൻഡ് തേർഡ് വന്നിട്ട് 6 ഓഫ് വോൺസ് ആണ്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് നമുക്ക് തരുന്ന മെസ്സേജ്, നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും ആയാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് ഉള്ളത്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഒരു ഡീപ്പ് കണക്ഷനും നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ഡിവൈൻ സപ്പോർട്ടും ഒക്കെ കാണുന്നുണ്ട്. 6 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സക്സസ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു വിക്ടറിയുടെ കാർഡാണ്. നിങ്ങൾ മാരീഡ് അല്ല, ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജിൻ്റെ ഇത് കാണുന്നുണ്ട്. അല്ല, മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു സക്സസ് റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു ബന്ധം, നിങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് എല്ലാം കാണിക്കുന്ന ഒരു 3 പോസിറ്റീവ് കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നാകുമ്പോഴത്തേക്കും എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ദ 9 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ പാർട്ട്ണറിലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. അത് ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലോടുള്ള ആ ഒരു ഡീപ്പ് കണക്ഷൻ, ക്ലോസ്നെസ്, ആ ഒരു ഇൻറ്റിമസി, ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ചാരിയറ്റ് കാർഡാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറാണ് എല്ലാ കാര്യത്തിലും ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. ഈവൻ ഇഫ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിലും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ഓൾവേസ് യുവർ പാർട്ട്ണർ ആയിരിക്കും. എന്ത് ഇഷ്യൂ വന്നാലും കോൺഫിഡൻറ്റോടുകൂടി ഫേസ് ചെയ്യുക. എന്ത് ചാലഞ്ച് വന്നാലും അദ്ദേഹം മുൻനിർത്തി അത് ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമോഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പീക്കാണ്. അതായത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കപ്പിളായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ ദ മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് വന്നിട്ട്. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.